ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ശീമച്ചക്ക കൊണ്ട് വറ്റലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ശീമച്ചക്ക ഞാൻ എടുത്തു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ അരിഞ്ഞു വെച്ച ചെറിയ കഷ്ണങ്ങൾ വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിയുകയാണ് വേണ്ടത്. ഈ ചെറുതായി അരിഞ്ഞ് ഈ ശീമച്ചക്ക ആണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ശീമച്ചക്ക എന്നാണ് പറയുന്നത്. മറ്റ് ചിലയിടങ്ങളിലൊക്കെ കടച്ചക്ക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ശീമച്ചക്ക ചെറിയ കഷ്ണങ്ങളായി നമ്മൾ അരിഞ്ഞു വെച്ച ശീമച്ചക്ക നമ്മളൊരു വറുക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആ സൺഫ്ലവർ ഓയിലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച ശീമച്ചക്ക എടുത്ത് ഓയിലിലേക്ക് തിളയ്ക്കുന്ന ഓയിലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ശീമച്ചക്ക എല്ലാം ഒന്ന് നന്നായി വെന്ത് വരും. ആ സമയത്ത് കുറച്ച് ഉപ്പ്, നമ്മുടെ ഉപ്പ് പൊടിയെടുത്ത് ഒന്ന് അലിയിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഈ നമ്മുടെ തിളച്ച് വന്ന ശീമച്ചക്കയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഏതാണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ ശീമച്ചക്ക നന്നായി മൂത്ത് വന്ന് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് എത്തും. ആ ഗോൾഡൻ കളറിലേക്ക് എത്തുന്ന സമയമാണ് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വറ്റൽ കിട്ടുന്നത്. അതിന് നമ്മൾ ഒന്ന് കോരി മാറ്റി, എണ്ണ തോരുന്നതിന് വേണ്ടി ഒന്ന് കോരി മാറ്റി നമ്മൾ മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഈ ക്രിസ്പി ആയിട്ടുള്ള ശീമച്ചക്ക നമ്മൾ കഴിക്കുന്നതിന് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ ചേർത്ത് നമ്മൾ ഈ ശീമച്ചക്ക ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. ഇപ്പം എല്ലാവരും ശീമച്ചക്ക കിട്ടുന്നൊരു സീസണാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ശീമച്ചക്ക വറ്റലാണ് ഇപ്പോൾ കിട്ടിയത്.